ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ചിരേണാധിഗച്ഛതി. സന്യാസഃ തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗതഃ യോഗയുക്തഃ മുനിഃ ബ്രഹ്മ ന ചിരേണ അധിഗച്ഛതി. സന്യാസഃ തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗതഃ. ഈ സന്യാസം എന്ന് പറയുന്ന അവസ്ഥയാവട്ടെ, അല്ലയോ അർജുന, ദുഃഖമാപ്തും അയോഗതഃ. അയോഗതഃ യോഗത്തോട് ചേരാതെ, കർമ്മയോഗത്തോട് ചേരാതെ ആപ്തും പ്രാപിക്കുവാൻ ദുഃഖം, കഷ്ടമാണ്, വിഷമമാണ്, അല്ലെങ്കിൽ അസാധ്യമാണ്. സന്യാസം എന്ന് പറയുന്നത് കർമ്മയോഗത്തോട് ചേരാതെ എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ്. നേരെ മറിച്ച് യോഗയുക്തഃ മുനിഃ, കർമ്മയോഗത്തോട് ചേർന്നിരിക്കുന്നവനായ ഒരു മുനി ന ചിരേണ അധിഗച്ഛതി, ഒട്ടും താമസമില്ല. ചിരേണ എന്നാൽ കാലതാമസം ഉണ്ടാവും. ന ചിരേണ എന്ന് പറഞ്ഞാൽ കാലതാമസമില്ലാതെ, എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ ബ്രഹ്മ അധിഗച്ഛതി, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. സാധാരണയായി നമ്മളുടെ എല്ലാം ദൃഷ്ടിയിൽ കാണുന്ന ഒരു സന്യാസി, ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും ഇദ്ദേഹം യാതൊന്നും ചെയ്യാതെ ഇങ്ങനെ കാഷായ വസ്ത്രവും ധരിച്ച് എന്തൊക്കെ ധ്യാനിച്ച് കഴിഞ്ഞുകൂടുകയാണല്ലോ എന്ന്. പക്ഷേ കർമ്മയോഗം അനുഷ്ഠിക്കാതെ സന്യാസത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മപദം പ്രാപിക്കുന്നതിന് വളരെ ശ്രമകരമാണ്, അല്ലെങ്കിൽ ദുസ്സാധ്യമാണ്. ഏതൊരു സന്യാസിയും തനിക്ക് നിയതമായിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ആ കർമ്മങ്ങളിൽ പൂർണ്ണമായ വിരക്തി വന്നതിന് ശേഷം സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ ഒട്ടും വൈകാതെ തന്നെ പരമപദ പ്രാപ്തിക്ക് യോഗ്യനായിത്തീരും. എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരുടെയും മനസ്സ് വാസനയ്ക്ക് അധീനമാണ്. ഈ വാസന ക്ഷയിക്കണമെങ്കിൽ സദാസമയവും കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആ കർമ്മങ്ങളുടെ ഫലത്തിലൊന്നും ഒരാഗ്രഹവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം പ്രാപിക്കപ്പെടേണ്ട ഒരവസ്ഥയാണ് സന്യാസം എന്ന് പറയുന്നത്. ആദ്യം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മഫലത്തെ ആഗ്രഹിച്ചു തന്നെയായിരിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ക്രമേണ അപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വരുമ്പോൾ കർമ്മഫലത്തോട് ഉള്ള ആസക്തി കുറഞ്ഞു വന്ന് പൂർണ്ണമായും കർമ്മഫലത്തോട് വിരക്തി ഉണ്ടാവുന്ന അവസ്ഥയിലും ചെയ്യേണ്ടതായ കർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിച്ച് കർമ്മഫല വിരക്തി വന്നതിന് ശേഷം സന്യസിക്കുന്നവർക്ക് വളരെ വേഗം തന്നെ ബ്രഹ്മപദത്തെ പ്രാപിക്കുവാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ലൗകികനായ ഏതൊരാളും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അയാളുടെ അല്ലെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ടവരുടെ സദ്ഗതിക്ക് അല്ലെങ്കിൽ ഉദ്ഗതിക്ക് വേണ്ടിയാണ്, അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാണ്, ഭൗതികമായ വികാസം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് അനുഷ്ഠിക്കാറ്.
പക്ഷേ യോഗാവസ്ഥയിൽ നിന്ന് സന്യാസാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മുനിയാവട്ടെ, അയാൾ എല്ലാ കർമ്മങ്ങളും ഒരു ലൗകികനെ പോലെ തന്നെ അനുഷ്ഠിക്കുന്നു എങ്കിലും ആ കർമ്മങ്ങൾ എല്ലാം മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ്. അതൊരിക്കലും തനിക്ക് ശ്രേയസ്സുണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ല. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. ഈ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്നവർക്കാണ് ഈ കർമ്മഫലത്തോട് ആസക്തി ഇല്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പരമപദത്തെ പ്രാപിക്കുവാനുള്ള ആ സന്യാസയോഗത്തിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഏതവസ്ഥയായാലും സന്യാസത്തിലേക്ക് കർമ്മയോഗം അനുഷ്ഠിക്കാതെ പോയാൽ അത്ര എളുപ്പമാവില്ല പരമപദ പ്രാപ്തി എന്നും കൂടി ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം നിയുക്തമായിരിക്കുന്ന കർമ്മങ്ങളെ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ച് അവസാനം ആ കർമ്മങ്ങളുടെ ഒന്നും ഫലത്തോട് യാതൊരു ആഗ്രഹവുമില്ലാതെ പൂർണ്ണമായ വിരക്തി വരുന്ന അവസ്ഥയിൽ സന്യാസത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് പരമപദ പ്രാപ്തിക്ക് ഏറ്റവും എളുപ്പമായി ഭവിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാധിഗച്ഛതി യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്തഃ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതേ. യോഗയുക്തഃ വിശുദ്ധാത്മാ, യോഗത്തോട് ചേർന്നിരിക്കുന്നവനായ യോഗി, വിശുദ്ധാത്മാ മനസ്സിനെ ശുദ്ധീകരിച്ചവൻ, മനസ്സിൻ്റെ എല്ലാ മാലിന്യങ്ങളും അകന്നവനും, വിജിതാത്മാ തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ വിക്ഷേപങ്ങളൊക്കെ ഒതുക്കിയവനും, ജിതേന്ദ്രിയ എല്ലാ ഇന്ദ്രിയങ്ങളെയും വരുതിക്ക് നിർത്തിയവനും ആയ യോഗി, സർവഭൂതാത്മഭൂതാത്മാ എല്ലാ ജീവജാലങ്ങളിലും കൂടിയുള്ള ചൈതന്യവും തൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യവും ഈശ്വരാംശമാണ് എന്ന് തിരിച്ചറിയുന്ന ആ യോഗി, കുർവൻ അപി കർമ്മങ്ങളെ ചെയ്യുന്നു എങ്കിലും ന ലിപ്യതേ ആ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങളാൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും തന്നിലും ഇരിക്കുന്ന ചൈതന്യം ഈശ്വരാംശമാണ് എന്ന് തിരിച്ചറിയുന്ന യോഗി അയാളുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധമായി അല്ലെങ്കിൽ മനോമാലിന്യങ്ങൾ എല്ലാം അകന്നവനും മനസ്സിലെ എല്ലാ വിക്ഷേപങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ മനസ്സിൻ്റെ ദുഃഖാവസ്ഥയൊക്കെ ജയിച്ച് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ കഴിയുന്നവനും, ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ എല്ലാം ജയിച്ചവനുമായ ആ യോഗി കർമ്മയോഗം അനുഷ്ഠിച്ചാൽ തന്നെയും അതിൽ നിന്ന് ജനിക്കുന്നതായ പുണ്യപാപങ്ങളാൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഒന്നും ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനം ഇല്ലാതെയാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അതിൽ നിന്നുളവാകുന്ന പുണ്യപാപങ്ങളൊന്നും ആ കർമ്മകർത്താവിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ എല്ലാം ഏതേത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അതെല്ലാം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആണ് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ അതിൽ നിന്നും യാതൊരു ദോഷവും നമുക്ക് വന്നു ചേരുകയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് പോലെ യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ,
യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏതെല്ലാം വസ്തുക്കളെ ചരാചരാത്മകമായ എന്തും കാണുന്നുവോ അതെല്ലാം ആ ഈശ്വരൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ് എന്ന് തിരിച്ചറിയുക. യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ. നമ്മൾ ശ്രോത്രം കൊണ്ട് കേൾക്കുന്നതെല്ലാം നാരായണൻ്റെ കീർത്തനങ്ങളാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും യാതൊന്നു ചെയ്യാത്തത് നാരായണാർച്ചനകൾ. ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം നാരായണനിൽ അർച്ചനയായി സമർപ്പിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന യോഗി യാതൊന്നതൊക്കെ ഹരി നാരായണായനമായി കാണുന്നതെല്ലാം ഈശ്വരമയമാണ് എന്ന ബോധത്തിലേക്ക് ഉയരും. ഒരു കാരണവശാലും തന്നിലിരിക്കുന്ന ജീവാത്മാവും മറ്റൊരു ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവും രണ്ടാണ് എന്നുള്ള ബോധം ഉണ്ടാവാത്തവനാണ് യോഗി എന്നാണ് പറയുന്നത്. ഈ ഭേദഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായും ലൗകികനായി പോകുന്നത്. എന്നാൽ ആ ഭേദഭാവം തീർത്തും നശിച്ചവനാണ് യോഗി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തുവാനാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്, അതും കർമ്മമാർഗത്തിലൂടെ തന്നെ. എന്തുകൊണ്ടാണെന്നാൽ ഇവിടെ ഭഗവാന്റെ ഉപദേശങ്ങൾ പതിയിരിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് അർജുനൻ കർമ്മയോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ആ അർജുനനോട് കർമ്മയോഗം നീ അനുഷ്ഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ അർജുനൻ പെട്ടെന്ന് തന്നെ സ്ഥലം വിടും. അതല്ല ചെയ്യേണ്ടത്, ധർമ്മത്തിന് അനുസൃതമായ കർമ്മത്തെ അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ പറയുന്നത് പോലെ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യണം. അതിന് നിയോഗിക്കപ്പെട്ടവനാണ് അർജുനനെങ്കിൽ ആ അർജുനൻ കർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം. ആ കർമ്മം ചെയ്യിക്കുവാനായിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ ന ഏവ കിഞ്ചിത് കരോമി ഇതി യുക്തഃ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണി ഇന്ദ്രിയ അർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ നൈവ കിഞ്ചിത് കരോമി ഇതി യുക്തഃ മന്യേത തത്വവിദ്. യുക്തഃ യോഗയുക്തനായ ഒരു യോഗി, അയാൾ മന്യേത, അയാൾ മനസ്സിലാക്കുന്നത്, തത്വവിദ് തത്വജ്ഞനായ യോഗി മനസ്സിലാക്കുന്നത് ന ഏവ കിഞ്ചിത് കരോമി ഇതി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചു കൊണ്ട് തന്നെ ആ യോഗി, അറിയേണ്ടതെല്ലാം അറിഞ്ഞവനായ ആ യോഗി സ്വയം മനസ്സിലാക്കുന്നു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ യോഗി പശ്യൻ കാണുന്നുണ്ട്, ശൃണ്വൻ കേൾക്കുന്നുണ്ട്, സ്പൃശൻ സ്പർശിക്കുന്നുണ്ട്, ജിഘ്രൻ ഘ്രാണിക്കുന്നുണ്ട്, അശ്നൻ ഭക്ഷിക്കുന്നുണ്ട്, ഗച്ഛൻ സഞ്ചരിക്കുന്നുണ്ട്, സ്വപൻ ഉറങ്ങുന്നുണ്ട്, ശ്വസൻ ശ്വസിക്കുന്നുണ്ട്, പ്രലപൻ സംസാരിക്കുന്നുണ്ട്, ഗച്ഛൻ സഞ്ചരിക്കുന്നുണ്ട്, വിസർജൻ വിസർജനം ചെയ്യുന്നുണ്ട്, ഗൃഹ്ണൻ എടുക്കുന്നുണ്ട്, ഉന്മിഷൻ കണ്ണ് തുറക്കുന്നുണ്ട്, നിമിഷൻ അപി കണ്ണടയ്ക്കുന്നവനും ഒക്കെയാണ്. എന്നിരുന്നാലും ഇന്ദ്രിയാണി ഇന്ദ്രിയ അർത്ഥേഷു വർത്തന്ത, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ വർത്തിക്കുന്നു എന്ന് ഇതി ധാരയൻ, ഇപ്രകാരം
ധരിക്കുന്നവനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ആത്മതത്വത്തെ അറിഞ്ഞ യോഗിയാവട്ടെ എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ശരീരം കൊണ്ട് നിർവഹിക്കുന്നുണ്ട്. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, തൊടുന്നുണ്ട്, ഘ്രാണിക്കുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, നടക്കുകയും ഉറങ്ങുകയും ശ്വസിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, വിസർജിക്കുകയും എടുക്കുകയും കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നവനാണെങ്കിൽ തന്നെയും ഇന്ദ്രിയങ്ങൾ എല്ലാം അവയുടെ വിഷയങ്ങളിൽ യഥാവിധി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ധരിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ബോധത്തോടുകൂടി ഇരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളാണ് യോഗി എന്ന് പറയുന്നത്. ഏതു സമയവും തൻ്റെ ഇന്ദ്രിയങ്ങൾ ഒക്കെ സജീവമായിരിക്കുന്ന സമയത്ത് അവ ഏതേത് വിധത്തിൽ പ്രവൃത്തി ചെയ്താലും അതെല്ലാം ഈശ്വരാർപ്പണമായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായി മനസ്സിലാക്കുന്ന ആ യോഗിക്ക് ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ബോധത്തോടുകൂടി അല്ലെങ്കിൽ ആ ഉണർവോടുകൂടി ഇരിക്കുവാനായിട്ട് അയാൾക്ക് സാധിക്കുന്നു. നമുക്കറിയാം, ഈ ബോധം അല്ലെങ്കിൽ ഈ ഉണർവാണ് നമ്മളിലുള്ള ഈശ്വരീയതയെ കാണിച്ചു തരുന്നത്. സാത്വികന്മാരായ ആളുകൾക്കെല്ലാം പരമാവധി സമയം ഉണർന്നിരിക്കുവാനായിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. വളരെ പരിമിതമായ സമയം മാത്രമേ അവർ ഉറങ്ങുന്നുള്ളൂ. ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഘടകമാണ് ഉറക്കമെങ്കിലും അതിനെ ഏറ്റവും കുറഞ്ഞ സമയം മാത്രം ഉറക്കത്തിനായി വിനിയോഗിച്ചുകൊണ്ട് ബാക്കി പൂർണ്ണമായ സമയവും ഈശ്വരീയമായ ഈ ബോധത്തെ ഉണർത്തി നിർത്തുവാനായിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. കാരണം ഈ ബോധം തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിനായി നമ്മെ സഹായിക്കുന്നത്. അപ്രകാരമുള്ള എല്ലാ ലൗകികങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുമ്പോഴും താൻ സദാസമയവും ഈശ്വരനിൽ ഇരിക്കുന്നവനായും അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായ ഈശ്വരനെ കാണുന്നവനായും ഒക്കെ സങ്കല്പിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അയാൾക്ക് ആ കർമ്മങ്ങളിലൊന്നും യാതൊരു ബന്ധനവും സംഭവിക്കുകയില്ല. തന്നെയുമല്ല, അയാൾ ആചരിക്കുന്ന എല്ലാ കർമ്മങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയേ ലക്ഷ്യമായിട്ടായിരിക്കും. എപ്പോഴും എനിക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന ചിന്തയോടുകൂടി ചെയ്യുമ്പോഴാണ് അതിലെ പുണ്യപാപങ്ങളൊക്കെ നമ്മളിൽ ആരോപിതമാകുന്നത്. ആദികവിയായ വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ രത്നാകരൻ, അയാൾ കാട്ടുപാതയിലൂടെ വരുന്ന എല്ലാവരെയും കൊള്ളയടിച്ച് ധനം ഉണ്ടാക്കിയിട്ട് അയാളുടെ കുടുംബത്തെ പോഷിപ്പിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം കരുതിയത്, ഞാൻ എൻ്റെ കുടുംബത്തെ പോഷിപ്പിക്കണമെങ്കിൽ എനിക്ക് ധനം ആവശ്യമാണ്, അതിനെനിക്കറിയാവുന്ന ഒരേ ഒരു ജോലി ചൗര്യമാണ്, അല്ലെങ്കിൽ മോഷണമാണ്, അല്ലെങ്കിൽ പിടിച്ചുപറിയാണ്. പക്ഷേ എന്തുകൊണ്ട് ആ കൃത്യം അദ്ദേഹം നിർവഹിച്ചു എന്ന് ചോദിച്ചാൽ, ആ കുടുംബ പോഷണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സപ്തർഷികളുടെ ചോദ്യത്തിലൂടെ ആ പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് സംജാതമാകുന്ന പുണ്യപാപങ്ങളെ ആര് ഭുജിക്കും എന്നുള്ള ചോദ്യമാണ് രത്നാകരനിൽ അറിവിൻ്റെ തീപ്പൊരി കോരിയിട്ടത്. അപ്പോൾ മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ, ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഇതിൻ്റേതായ കർമ്മഫലങ്ങളിൽ പുണ്യവും പാപവും ഒക്കെയുണ്ട്. ഇത് താൻ തനിയെ അനുഭവിച്ചാൽ എങ്ങനെയാണ് ന്യായമാവുക എന്നുള്ള ഒരു സംശയം വന്നത്. ആ സംശയ നിവാരണത്തിനായിട്ടാണ് തൻ്റെ പത്നിയുടെ അടുത്തേക്ക് രത്നാകരൻ ചെന്നത്. പത്നി യാതൊരു സങ്കോചവുമില്ലാതെ പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് നമുക്ക് അധ്യാത്മരാമായണ കിളിപ്പാട്ടിലൂടെ എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും സംജാതമാകുന്ന പുണ്യപാപങ്ങളൊക്കെ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ കർമ്മങ്ങളെ ശുദ്ധീകരിക്കേണ്ടത് നമ്മളുടെ തന്നെ
ബാധ്യതയാണ്. ഇല്ലെങ്കിൽ അതിൻ്റേതായ പാപഫലങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അതിനൊരു പക്ഷേ ഈ ജന്മം മതിയാകാതെയും വന്നേക്കാം. അതിനായി വീണ്ടും പല പല ജന്മങ്ങൾ എടുത്തുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നത് പോലെ പുനരപി ജനനം പുനരപി മരണം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഇപ്രകാരമുള്ള കർമ്മങ്ങളാണ്. അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ ഊർധ്വഗതിക്ക് ആവശ്യമായി വരുന്നതാണ്. അതാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവേദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ നബി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംഭസ. ബ്രഹ്മണി ആധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സഹ പാപേന പത്മപത്രം ഇവ അംബസ. ബ്രഹ്മണി ആധായ കർമാണി, കർമ്മങ്ങളെ ഒക്കെ ബ്രഹ്മണി ആധായ ബ്രഹ്മത്തിൽ സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് സംഗം ത്യക്ത്വ ആ കർമ്മഫലത്തോട് ആസക്തി വെടിഞ്ഞിട്ട് യഹ കരോതി ആരാണോ ചെയ്യുന്നത് സഹ അയാൾ പാപേന ന ലിപ്യതേ ആ കർമ്മത്തിൽ നിന്ന് സംജാതമാകുന്ന പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. ഏതുപോലെ പത്മപത്രം ഇവ അംബസ താമരയില എങ്ങനെയാണോ വെള്ളത്താൽ നനയ്ക്കപ്പെടാതിരിക്കുന്നത്, ലേപനം ചെയ്യപ്പെടാതിരിക്കുന്നത്, അതുപോലെ ഇതിൽ നിന്നൊന്നും കർമ്മം ചെയ്യേണ്ട എന്നുള്ള ഒരു ആശയമല്ല ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. കർമ്മങ്ങൾ ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കർത്തൃത്വഭാവമാണ് നീക്കിവെച്ചുകൊണ്ട് അനുഷ്ഠിക്കേണ്ടതെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഞാനീ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എല്ലാം മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് തനിക്കൊന്നും തന്നെ നേടാനില്ല, അല്ലെങ്കിൽ ഭൗതികമായി യാതൊന്നും ആർജിക്കേണ്ടതില്ല എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുമ്പോൾ അതിൽ നിന്ന് സംജാതമാകുന്ന പുണ്യപാപങ്ങൾ ഒന്നും ആ കർമ്മം അനുഷ്ഠിക്കുന്ന കർത്താവിനെ ബാധിക്കുകയില്ല. അത് താമരയിലയെ വെള്ളം നനയ്ക്കാത്തതുപോലെ ആ കർമ്മങ്ങൾ ഈ ജീവാത്മാവിലേക്ക് ലേപനം ചെയ്യപ്പെടാതെ പോകുന്നു. അതെല്ലാം ബ്രഹ്മണി ആദായ ബ്രഹ്മത്തിലേക്ക് സമർപ്പിച്ചതായി സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുമ്പോൾ അതിന് ഈ പുണ്യവും പാപവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തോട് ആസക്തി ഇല്ലാതെ ബ്രഹ്മാർപ്പണമായി സങ്കല്പിച്ചുകൊണ്ടാണ് ആ കർമ്മം ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണോ വെള്ളത്താൽ താമരയിൽ നനയ്ക്കപ്പെടാത്തത് എന്നതുപോലെ ആ കർത്താവ് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ആശയമാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംബസ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.